കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ആരും മറക്കാനിടയില്ല. കാരണം ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നു ആ കേസ്. ഇപ്പം പുതിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുളിച്ചില്ല, ഒന്നിച്ച് കുളിച്ചില്ല, നനച്ചില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് കേസ് വന്നിരുന്നത് പല രീതിക്ക്. വീട്ടിൽ ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് അടുക്കള കാണലെന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് ചെന്ന സമയത്താണ് പെൺകുട്ടിയുടെ ദേഹത്ത് മുറിവും മറ്റു കാര്യങ്ങളും കണ്ടപ്പം കേസുമായിട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം അവൻ ജർമ്മനിയിലേക്ക് കടക്കുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് ഹൈക്കോടതിയിൽ പറയുകയാണ്, സത്യവാങ്മൂലം കൊടുക്കുന്ന പെണ്ണ് എനിക്ക് പരാതിയൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞ് കേസ് ഹൈക്കോടതി റദ്ദാക്കി വിട്ടു. ഇപ്പം എന്താ 1.5 മാസം കഴിഞ്ഞ സമയത്ത് നവംബറിൽ പുതിയൊരു കേസുമായിട്ട് വന്നേക്കുവാണ്. അതായത് വീണ്ടും ഉപദ്രവിച്ചു എന്നുള്ളൊരു രീതിക്ക്. സ്വാഭാവികമായിട്ടും പഴയ കേസ് കുത്തിപ്പൊങ്ങി വരികയും ചെയ്യും, അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അവസരങ്ങൾക്കനുസരിച്ച് മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള വാദത്തെ എത്രമാത്രം കണക്കിൽ നമ്മുടെ നീതിപീഠം എടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് പറയുന്ന, അവസരത്തിനൊത്ത് ആർക്ക് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും നമ്മൾ മൊഴി മാറ്റി പറയുന്ന സമയത്ത് 2 തവണ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്.